ഹലോ, എന്റെ പേര് അമൃത. ഞാൻ കാനഡയിലെ നോവാ സ്കോഷ്യയിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ പേരും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം നാളായി. അപ്പോ ഇൻസ്റ്റയിലൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർമ്മ കാണും. യൂട്യൂബിൽ ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇപ്പൊ എന്താ ഈ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചാല് ഞാൻ 2022 ഓഗസ്റ്റില് കാനഡയിൽ വന്നതാണ്. വരുന്നത് ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും കൂടി ഒരുമിച്ചാണ്. എന്റെ ഒരു സ്റ്റഡി വിസയിലാണ് ഞങ്ങൾ നാലുപേരും കൂടി അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഈ 2024 ഏപ്രിലില് എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. 2024 ഓഗസ്റ്റില് ഞങ്ങൾക്ക് നാല് പേർക്കും PR ആയി. അപ്പൊ ആ ഒരു വിശേഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാം. ഇനി ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ട് പറയാം. 2022 കാനഡയിലെ കേപ്പ് ബ്രിട്ടൺ യൂണിവേഴ്സിറ്റിയിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എടുത്തിട്ടാണ് ഞങ്ങൾ കാനഡയിലേക്ക് വരുന്നത്. ഇവിടെ എത്തിയതിന് ശേഷം ഞാൻ പ്രോഗ്രാം ചേഞ്ച് ചെയ്ത് ഒക്യുപ്പേഷൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റിലേക്ക് മാറി. അപ്പൊ അങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. നമ്മൾ കാനഡയിലേക്ക് വരുന്ന ഒരു 80% ആൾക്കാരും PR എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതിലൊരു 20% മാത്രമായിരിക്കും ഹയർ സ്റ്റഡീസ് മാത്രം കണ്ടിട്ട് വരുന്നത്. അപ്പൊ അതുപോലെ അതിൽ ആ ഒരു 80%-ത്തിൽ വരുന്ന ഒരാളാണ് ഞാനും. അപ്പൊ കാനഡയിലേക്ക് എത്തിയാൽ എങ്ങനെ PR എത്രയും പെട്ടെന്ന് കിട്ടാം എന്നൊക്കെ നാട്ടിൽ വെച്ച് അന്വേഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നോവാ സ്കോഷ്യ ചൂസ് ചെയ്തത്. നോവാ സ്കോഷ്യ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ വന്നാൽ PNP അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം, AIT അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം, അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തന്നെ PR കിട്ടും എന്നുള്ളൊരു രീതിയിലാണ് ഞങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടെ വന്നാൽ അതിലേത് നമുക്ക് കിട്ടും, അത് ഏതാണ് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ സാധ്യത, എന്തിലേക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ കാനഡയിൽ വന്ന അന്ന് തൊട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് AIP സപ്പോർട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയറുടെ കീഴിൽ നമുക്ക് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ PR ഫയൽ ചെയ്ത് ഒരു 6-8 മാസത്തിനുള്ളിൽ നമ്മുടെ PR കയ്യിൽ കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെ PNPയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ PNP സപ്പോർട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയറുടെ കീഴിൽ നമ്മൾ 1 ഇയർ വർക്ക് ചെയ്യണം. 1560 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അപ്ലൈ ചെയ്ത് അതായത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 ഇയറോളം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് PNP ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരും പറയുമായിരുന്നു എങ്ങനെയെങ്കിലും AIP സപ്പോർട്ട് ചെയ്യുന്ന ഒരു എംപ്ലോയറെ കണ്ടുപിടിച്ച് ജോലി നേടണം, എത്രയും പെട്ടെന്ന് PR നേടണമെന്നൊക്കെ. ഇനി ഇതിൽ ഏത് പ്രോസസ്സ് വഴിയാണ് ഞങ്ങൾ PR-ന് അപ്ലൈ ചെയ്തതെന്ന് പറയാം. ഞങ്ങൾ നോവാ സ്കോഷ്യ PNP വഴിയാണ് PR-ന് അപ്ലൈ ചെയ്തത്. എല്ലാ കാര്യത്തിനും ഒരു നല്ലതും ചീത്തയും ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നോവാ സ്കോഷ്യയിലെ സിഡ്നി ചൂസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളും സ്ട്രഗിളുകളും ഒക്കെ. അതിലൊന്നെന്ന് പറയുന്നത് എനിക്ക് ജോലി കിട്ടാൻ 4 മുതൽ 5 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് അലഞ്ഞ് എല്ലാ സ്റ്റോറുകളിലും കേറി ഇറങ്ങി ഒരു 4-5 മാസം എടുത്തിട്ടാണ് ഒരു പാർട്ട് ടൈം ജോലി സെറ്റ് ആയത്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുമുണ്ട് സിഡ്നിയിൽ എങ്ങനെയാണ് ജോബ് കിട്ടുമോ, എളുപ്പമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു 2021, 22 സമയം എന്നൊക്കെ പറയുന്നത് ഒരുപാട് പേര് ഫാമിലി ആയിട്ടും അല്ലാതെ സ്റ്റുഡൻസ് മാത്രമായിട്ടും ഒക്കെ വന്ന് ഒരു നല്ലൊരു തിരക്കുള്ള ഒരു സമയം തന്നെയാണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജോലി കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് PR പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം. ഹസ്ബൻഡിന് ഞങ്ങൾ വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ജോലി കിട്ടി. എനിക്കൊരു 4-5 മാസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഹസ്ബൻഡ് വർക്ക് പെർമിറ്റിലായിരുന്നു. ഞാൻ സ്റ്റഡി പെർമിറ്റിലുമായിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. വർക്ക് പെർമിറ്റിലുള്ളവർക്കെല്ലാം ജോലി കിട്ടുന്നുണ്ടായിരുന്നു. സ്റ്റുഡൻസിന് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുമായിരുന്നു. അങ്ങനെ ദൈവം സഹായിച്ച് ഹസ്ബൻഡിന് ജോലി കിട്ടി. അത് ഈ PNP സപ്പോർട്ട് ഉണ്ടെന്നുള്ള അറിവൊന്നും ഇല്ലായിരുന്നു. കാരണം വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്ക് കയറി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ എംപ്ലോയറുമായിട്ട് സംസാരിച്ച് PNP സപ്പോർട്ട് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് തിരക്കുന്നുണ്ടായിരുന്നു ഞങ്ങള്. അപ്പൊ തിരക്കിയപ്പോൾ PNP സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞു. ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ആ ജോലി കണ്ടിന്യൂ ചെയ്ത് നിന്നു. അങ്ങനെ ഈ പറയുന്ന 1560 മണിക്കൂർ എത്തിയപ്പോൾ എംപ്ലോയറിനെ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ അതിന് വേണ്ട പേപ്പർ വർക്കുകളെല്ലാം തുടങ്ങി. അതായത് എൻ്റെ 1 ഇയർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ ഞങ്ങൾ PR ഫയൽ ചെയ്തു. അതായത് നമ്മൾ 2023 ഒക്ടോബറിലാണ് PNPക്ക് വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വരുമ്പോഴും സ്റ്റഡി പെർമിറ്റിനും നമ്മൾ തന്നെയാണ് അപ്ലൈ ചെയ്തത്. ഏജൻസി ത്രൂ അല്ല. അത് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി പെർമിറ്റിൽ ഇരിക്കെ വർക്ക് പെർമിറ്റിലുള്ള ആളിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഒരുപാട് പേരും പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രൈമറി ആപ്ലിക്കന്റ് ഞാനായിരുന്നല്ലോ ഇങ്ങോട്ട് വരുമ്പോൾ.
അപ്പൊ സ്റ്റുഡന്റ് തന്നെ ജോബ് കണ്ടെത്തിയിട്ട് സ്റ്റുഡന്റ് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും എന്നൊരു എല്ലാരും പറഞ്ഞു കേട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്ലൈ ചെയ്യാമോ എന്നുള്ളൊരു സംശയത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ അപ്ലൈ ചെയ്തത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ദൈവം സഹായിച്ച് ആ ഒരു 1 ഇയർ ഗ്യാപ്പിൽ ഞങ്ങൾക്ക് നടന്നു. ഈ ഒരു ടൈം പീരീഡിൽ, അതായത് 2023, 24 ടൈം പീരീഡിൽ PR-ന് വേണ്ടിയിട്ട് ഫയൽ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ടൈം ലൈൻ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കും ഇപ്പൊ PR അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവർക്കും ഒക്കെ അത് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ സ്റ്റഡി പെർമിറ്റിൽ പറഞ്ഞാൽ ഞാനല്ല പ്രൈമറി ആപ്ലിക്കന്റ്, വർക്ക് പെർമിറ്റിൽ പറഞ്ഞ ഹസ്ബൻഡാണ് PR-ന് വേണ്ടിയിട്ട് പ്രൈമറി ആപ്ലിക്കന്റ് ആയിട്ട് നിന്നതും IELTS എഴുതിയതും ഒക്കെ. IELTS അല്ല, സെൽഫിപ്പ് ആണ് എഴുതിയത്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി, ഞാൻ അതെല്ലാം ആൻസർ ചെയ്യാം. അപ്പൊ ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.